വിഴിഞ്ഞം റോഡ് കണക്ടിവിറ്റി സതീശന്റെ വിമർശനത്തിന് പിണറായിയുടെ മറുപടി. ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള വില കുറഞ്ഞ രാഷ്ട്രീയ അഭ്യാസമെന്ന പിണറായി വിജയൻ. രാഷ്ട്രീയ ചർച്ചയായി വിഴിഞ്ഞം തുറമുഖ പദ്ധതി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ റോഡ് കണക്ടിവിറ്റി സംബന്ധിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉന്നയിച്ച വിമർശനത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഴിഞ്ഞം പദ്ധതിയുടെ റോഡ് കണക്ടിവിറ്റി വൈകിപ്പിച്ചത് എൽ.ഡി.എഫ് സർക്കാരാണെന്ന ആരോപണം വസ്തുതാവിരുദ്ധവും അപഹാസ്യവുമാണെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള വില കുറഞ്ഞ രാഷ്ട്രീയ അഭ്യാസമാണ് ആരോപണത്തിന് പിന്നിലെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കുറ്റപ്പെടുത്തി. കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട 100% പ്രവൃത്തികളും നടന്നത് എൽ.ഡി.എഫ് സർക്കാരിന്റെ കാലത്താണെന്നാണ് പിണറായിയുടെ അവകാശവാദം. യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലെത്തി 2.5 മാസം കൊണ്ട് റോഡ് കണക്ടിവിറ്റിയിൽ വലിയ നേട്ടം കൈവരിച്ചെന്ന അവകാശവാദം വസ്തുതകൾക്ക് നിരക്കുന്നതാണോ എന്നും അദ്ദേഹം ചോദിച്ചു. 2022 വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനെതിരെ നടന്ന സമരത്തിന് യു.ഡി.എഫ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നുവെന്നും പിണറായി ആരോപിച്ചു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ സമരസ്ഥലം സന്ദർശിച്ച് തുറമുഖ നിർമ്മാണം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. വിഴിഞ്ഞത്തെ തുറമുഖ വിരുദ്ധ സമരം പഴയ വിമോചന സമരത്തിന്റെ ആവർത്തനമാകുമെന്ന് സ്വപ്നം കണ്ടവരുടെ കൂട്ടത്തിൽ അന്നത്തെ KPCC അധ്യക്ഷനും ഉണ്ടായിരുന്നുവെന്നും പിണറായി ആരോപിച്ചു. എന്നാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം നിർത്തിവെക്കാൻ എൽ.ഡി.എഫ് സർക്കാർ തയ്യാറായില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്ന് പദ്ധതി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്തവർ ഇപ്പോൾ എൽ.ഡി.എഫ് സർക്കാർ 99% പൂർത്തിയാക്കിയ റോഡ് കണക്ടിവിറ്റിയുടെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് അപഹാസ്യമാണെന്നും പിണറായി തുറന്നടിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ ദേശീയപാത 66 ബന്ധിപ്പിക്കുന്ന കണക്ടിവിറ്റി റോഡിനായി പദ്ധതി ആസൂത്രണം, ഭൂമി ഏറ്റെടുക്കൽ, നിയമ നടപടികൾ, സർക്കാർ അനുമതികൾ തുടങ്ങിയവ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോയത് എൽ.ഡി.എഫ് സർക്കാരാണെന്നും പിണറായി വിശദീകരിച്ചിട്ടുണ്ട്. 2022 ഏപ്രിലിൽ NH-66 വിഴിഞ്ഞം ഫോർട്ട് റോഡ് ജംഗ്ഷനിലേക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടിയുടെ 4.1 വിജ്ഞാപനം പുറത്തിറക്കി. 2024 ഫെബ്രുവരിയിൽ റോഡ് കണക്ടിവിറ്റിക്കായുള്ള 19.1 വിജ്ഞാപനവും പുറത്തിറക്കി. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഭൂമി ഏറ്റെടുക്കലിനായി 11 കോടി രൂപ അനുവദിക്കുകയും വിഴിഞ്ഞം ഇന്റർനാഷണൽ സ്പോർട്ട് ലിമിറ്റഡിന് ഫണ്ട് നൽകുകയും ചെയ്തതായും അദ്ദേഹം എടുത്തു പറഞ്ഞു. 2024 ജനുവരിയിൽ റോഡ് കണക്ടിവിറ്റിക്ക് അന്തിമാനുമതി ലഭിക്കുമ്പോൾ ആകെ ആവശ്യമായിരുന്ന 42 സെന്റിൽ 35.81 സെന്റ് ഭൂമിയും എൽ.ഡി.എഫ് സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നുവെന്നും പിണറായി വ്യക്തമാക്കി. ബാക്കിയുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിലും അനുമതികൾ നൽകുന്നതിലും കാലതാമസം വരുത്തിയത് ദേശീയപാത അതോറിറ്റിയാണെന്നാണ് പിണറായിയുടെ ആരോപണം. സ്ഥിരം ക്ലോവർ ലീഫ് ഇന്റർചേഞ്ചിനും അപ്രോച്ച് റോഡിനുമുള്ള അനുമതി കേന്ദ്രം വൈകിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയം ശശി തരൂർ MP ലോക്സഭയിൽ ഉന്നയിക്കേണ്ടി വന്നത് കേന്ദ്രത്തിന്റെ കാലതാമസം മൂലമാണെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. വിഴിഞ്ഞം പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലും എൽ.ഡി.എഫ് സർക്കാർ നടത്തിയ ഇടപെടലുകൾ രേഖകളിലുണ്ടെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ഇക്കാര്യങ്ങൾ വ്യക്തമായി അറിയാമെന്നും പിണറായി പറഞ്ഞു. സ്വന്തം മുന്നണിയുടെ മുൻ നിലപാടുകൾ മറച്ചുവെച്ച എൽ.ഡി.എഫ് സർക്കാർ പൂർത്തിയാക്കിയ പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴത്തെ ആരോപണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനു പിന്നാലെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഫാക്ട് ചെക്ക് നടത്താൻ ജനങ്ങളും മാധ്യമങ്ങളും മുന്നോട്ട് വരുന്നത് അഭിനന്ദനാർഹമാണെന്നും പിണറായി പറഞ്ഞു. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് വി.ഡി. സതീശൻ വിഴിഞ്ഞം പദ്ധതി തടസ്സപ്പെടുത്താൻ നടത്തിയ വിവിധ ഇടപെടലുകളുടെ ദൃശ്യങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. അതേസമയം MDMA കേസിൽ പിടിക്കപ്പെട്ട അനുയായികളുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുൻ പരാമർശത്തെയും പിണറായി വിജയൻ ഫേസ്ബുക്ക് കുറിപ്പിൽ വിമർശിച്ചിട്ടുണ്ട്. 2024 ഒക്ടോബറിലെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടാണ് പ്രതികളെ പരിചയപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. എന്നാൽ 2024 2-3 വർഷം മുൻപ് തന്നെ മുഖ്യമന്ത്രിയും പ്രതികളും തമ്മിലുള്ള അടുത്ത ബന്ധം സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെന്നും പിണറായി ആരോപിച്ചു. വസ്തുതാപരമല്ലാത്ത പരാമർശങ്ങൾ മുഖ്യമന്ത്രി ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പിണറായി വിജയൻ പറഞ്ഞു. വിഴിഞ്ഞം റോഡ് കണക്ടിവിറ്റിയുടെ പേരിൽ തുടങ്ങിയ രാഷ്ട്രീയ പോര്, മുൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ഇപ്പോഴത്തെ സർക്കാരിന്റെ അവകാശവാദങ്ങളും പരസ്പരം ചോദ്യം ചെയ്യുന്ന പുതിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലായി മാറിയിരിക്കുകയാണ്.